ഇന്നലത്തെ ഭഗവാന്റെ അലങ്കാരം ഗോവർദ്ധനോദ്ധാരണമായിരുന്നു കേട്ടോ. ഭഗവാൻ ഇടത്തെ കയ്യിൽ ഗോവർദ്ധന പർവ്വതം ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്, വലത്തെ കയ്യിൽ പൊന്നോടക്കുഴലും കൂടെ പിടിച്ചിട്ടുണ്ട്. അങ്ങനെ നിൽക്കുന്ന ഒരു ഭാവത്തിലായിരുന്നു അലങ്കാരം ചാർത്തിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു അലങ്കാരം ഏകദേശം ഒരാഴ്ച മുന്നേ വരേണ്ടതായിരുന്നു. കാരണം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലാണ് ഗോവർദ്ധന പൂജയും ഗോവർദ്ധന ഉദ്ധാരണവും നാരായണീയത്തിൽ പകർത്തി എഴുതിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ധ്വനി ചേച്ചി അത് പ്രത്യേകം പറയുകയും ചെയ്തു, അന്ന് വരേണ്ട ഒരു അലങ്കാരമായിരുന്നു എന്നുള്ളത്. പക്ഷെ നമ്മുടെ ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഏതൊക്കെ ദിവസങ്ങളിലേക്കാണ് അത് എടുത്തു വെച്ചിരിക്കണമെന്ന് നമ്മുടെ ഭഗവാനും മാത്രമല്ലേ അറിയുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഭഗവാന്റെ ആഗ്രഹങ്ങൾ സാധിക്കട്ടെ, അതെല്ലാം നമുക്ക് അനുകൂലമാകട്ടെ എന്ന് വേണം നമ്മളിപ്പോഴും പ്രാർത്ഥിക്കാനായിട്ട്. എന്തായാലും നമ്മളെ സംരക്ഷിക്കാൻ തന്നെ വേണ്ടിയിട്ടാണ് കേട്ടോ ഭഗവാൻ ഇന്നലെ ഇങ്ങനെയൊരു അലങ്കാരമായിട്ട് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് ഗോവർദ്ധന ഉദ്ധാരണത്തിൻ്റെ ആ കഥ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ആ പേമാരി ഇങ്ങനെ നിർത്താതെ ഇന്ദ്രൻ പെയ്യിക്കുന്ന സമയത്ത് വ്രജവാസികളെ എല്ലാവരെയും സംരക്ഷിക്കാനായിട്ടാണ് ആ ഗോവർദ്ധന പർവ്വതം ഉയർത്തി നിർത്തിയത്. അപ്പോൾ അതിന് ചുവട്ടിലായിട്ട് എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിൻ്റെ ആ ഒരു മറയിൽ അല്ലെങ്കിൽ ആ ഒരു സംരക്ഷണ വലയത്തിൽ നിൽക്കുകയാണ് ചെയ്തത്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അവരെ ആരെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ അലട്ടിയതായിട്ട് ആ കഥയിൽ കിട്ടുന്നുണ്ടോ? ഇല്ല. എല്ലാവർക്കും വിശ്വാസമായിരുന്നു ഭഗവാനെ. പിന്നെ ഈ പേമാരിയൊക്കെ പെയ്യുമ്പോൾ അതും 7 ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ നിന്ന് പെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പോൾ ഒരു പേടിയൊക്കെ ആർക്കെങ്കിലും ഉണ്ടാകുമോ? ഉണ്ടെങ്കിൽ അതെല്ലാം പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഭഗവാൻ ഓടക്കുഴൽ വിളിക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ ആരും ചുറ്റിൽ നടക്കുന്ന ഒന്നും അറിഞ്ഞില്ല, ആ ഒരു ഓടക്കുഴൽ നാദത്തിൽ ഇങ്ങനെ മുഴുകി നിൽക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മുടെ അടുത്തും ഭഗവാൻ ഇത് തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ മഴക്കെടുതികളൊക്കെ വരും തീർച്ചയായിട്ടും അങ്ങനെ വരുന്ന ഒരു കാലാവസ്ഥയാണ്, അല്ലെങ്കിൽ ആ ഒരു സീസണാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മളോട് എന്ത് ചെയ്യാനാ പറയണത്? ഭഗവാനിൽ വിശ്വസിക്കുക, ഭഗവാനെ പ്രാർത്ഥിക്കുക. അപ്പോൾ നമ്മുടെ സംരക്ഷണത്തിനായിട്ട് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ ഉണ്ടാകും എന്ന് പറയുന്ന അലങ്കാരമാണ്. അതിപ്പോൾ ഭഗവാന് കാണിച്ചു തരാനായിട്ട് ശംഖുചക്ര ഗദാപത്മത്തോട് കൂടിയിട്ട് ചതുർബാഹുവായിട്ടൊന്നും വരണമെന്നില്ല. ഒരു 6 വയസ്സായിട്ടുള്ള കുട്ടിയായിട്ട്, കാരണം ചെറിയ പ്രായത്തിലാണ് ഗോവർദ്ധനൊക്കെ ഉയർത്തിയത്. അപ്പോൾ ഈ കുഞ്ഞു പ്രായത്തിലാണെങ്കിലും ഭഗവാന് നമ്മളെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും, നിശ്ശേഷം സാധിക്കും. അപ്പോൾ അതിങ്ങനെ മനസ്സിൽ നന്നായിട്ട് എന്നെ വിളിച്ചോളൂ, ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിലും അതിൽ നിന്നെല്ലാം കരകയറ്റാനായിട്ട് സംരക്ഷിക്കാനായിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചോളൂ എന്ന് തന്നെയാണ് ഭഗവാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഭഗവാന്റെ നാമങ്ങളെ ജപിക്കുക, നന്നായിട്ട് ഭഗവാനെ വിളിക്കുക, അത്രയും മതി. ഭഗവാനെ സ്മരിക്കുക, അത്രയും ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ കൂടെയും ഭഗവാൻ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഗോവർദ്ധനോദ്ധാരണവുമായി നിൽക്കുന്ന ഭഗവാന്റെ ആ ഒരു രൂപം എല്ലാവരും മനസ്സിൽ കണ്ടിട്ട് നന്നായി തൊഴുത് പ്രാർത്ഥിച്ചോളൂ. ഭഗവാന്റെ പാദങ്ങളിൽ എല്ലാവരും നമസ്കരിച്ചോളൂ. ഗുരുവായൂരപ്പ ശരണം എന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിക്കോളൂ.